ചിലരെല്ലാം സാധാരണ അന്തരീക്ഷത്തിൽ നിന്നും സ്വപ്നലോകത്താണ് ജീവിക്കാറുള്ളതെന്ന് നമ്മൾ പറയാറില്ലേ? അത്തരത്തിൽ സ്വപ്നലോകത്ത് ജീവിക്കുന്ന ഒരു മന്ത്രിയുണ്ട് കേരളത്തിൽ. മറ്റാരുമല്ല, കേരളത്തിന്റെ ഗതാഗത മന്ത്രി കെ.വി. ഗണേഷ് കുമാർ. റോഡിൽ നിയമലംഘനം നടത്തുന്ന വാഹനങ്ങളുടെ നിയമലംഘനങ്ങളുടെ ഡീറ്റെയിൽസ് ഡിസ്പ്ലേ ചെയ്യുന്ന രീതിയിലുള്ള സംവിധാനം ഏർപ്പെടുത്തുമെന്നാണ് നമ്മുടെ ഗണേശൻ മന്ത്രിയുടെ പുതിയ പ്രഖ്യാപനം. ഏതെങ്കിലും ഒരു പോയിന്റിൽ നിയമലംഘനം ശ്രദ്ധയിൽപ്പെട്ടാൽ അപ്പോൾ തന്നെ ആ വാഹനത്തിന്റെ മുന്നിൽ MVD വാഹനം പോയി കുറച്ചു സമയം നിർത്തുമെന്നും വാഹനത്തിന്റെ നമ്പർ അടക്കമുള്ള ഓപ്പൺ സ്ക്രീനിൽ പ്രദർശിപ്പിച്ച് അപ്പോൾ തന്നെ ഫൈൻ ഈടാക്കുമെന്നുമൊക്കെയാണ് മന്ത്രി പറയുന്നത്. അതിനായി പുതിയ വാഹനങ്ങൾ വാങ്ങുമെന്നും അവയിൽ പുതിയ സംവിധാനങ്ങൾ ഏർപ്പെടുത്തുമെന്നുമൊക്കെയാണ് പറഞ്ഞു കേൾക്കുന്നത്. മന്ത്രിയുടെ ഈ പുതിയ പ്രഖ്യാപനമാണ് ഇപ്പോൾ എവിടെയും ചർച്ചാ വിഷയം. ശരിക്കും തൂമ്പ കൊണ്ടെടുക്കേണ്ട കാര്യങ്ങൾ JCB കൊണ്ട് എടുക്കുന്ന സമീപനമാണ് നമ്മുടെ ഗതാഗത മന്ത്രിയുടേത്. അതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഇപ്പോഴത്തെ പ്രസ്താവന. PR കൊണ്ട് മാത്രം ജീവിക്കുന്ന ഗണേഷ് കുമാർ മന്ത്രി ഏറെ വ്യത്യസ്തനാണ്. താൻ എവിടേക്ക് പോകുമ്പോഴും 2-3 യൂട്യൂബ് ചാനലുകാരെയെങ്കിലും മന്ത്രി കൂടെ കൂട്ടാറുണ്ട്. ശരിക്കും ഈ അഭ്യാസങ്ങൾ ഇപ്പോൾ തുടങ്ങിയതൊന്നുമല്ല. തന്റെ അച്ഛന്റെ വഴിയെ രാഷ്ട്രീയത്തിലേക്ക് കടന്നു വന്ന ആളാണ് ഗണേഷ് കുമാർ. അച്ഛൻ പോലും പലയാവർത്തി തള്ളിപ്പറയുമ്പോഴും തന്റെ ഗിമ്മിക്കുകൾ കൊണ്ട് ജനങ്ങളെ കയ്യിലെടുത്ത് പത്തനാപുരത്തെ സേഫ് മണ്ഡലമാക്കി നിലനിർത്തുവാൻ ഗണേഷിന് കഴിഞ്ഞിട്ടുണ്ട്. UDF നിന്നും LDF നിന്നും ഗണേഷ് കുമാർ മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയായിട്ടുണ്ട്. മുന്നണികൾ മാറി മത്സരിച്ചിട്ടും മണ്ഡലം ഒരിക്കൽ പോലും അദ്ദേഹത്തെ കൈവിട്ടിട്ടില്ല. അത്രമേൽ ജനകീയത അദ്ദേഹത്തിനുണ്ടെന്ന് പുറമെ നോക്കുന്ന ആർക്കും തോന്നും. എന്നാൽ ഇതൊക്കെ PR ഏജൻസിയുടെ പവറാണ്. ഏത് രീതിയിൽ PR സംവിധാനങ്ങളെ പ്രയോജനപ്പെടുത്താൻ പറ്റുമോ ആ രീതിയൊക്കെ ഗണേശൻ മന്ത്രിയുടെ കയ്യിലുണ്ട്. ലൈസൻസ് ടെസ്റ്റ് പരിഷ്കരണങ്ങളുമായി ബന്ധപ്പെട്ട് നടത്തിയ പരിഷ്കരണം വളരെയധികം വിമർശനങ്ങൾക്ക് ഇടയാക്കിയിരുന്നു. ഡ്രൈവിംഗ് സ്കൂൾ ജീവനക്കാരും ഉടമകളും മന്ത്രിക്കെതിരെ സമരം പോലും പ്രഖ്യാപിച്ചു. വലിയ ആവേശത്തോടെ പ്രഖ്യാപിച്ച മാറ്റങ്ങളെല്ലാം ഇപ്പോൾ ഫലപ്രാപ്തിയില്ലെന്നത് മറ്റൊരു വാസ്തവം. മോട്ടോർ വാഹന വകുപ്പിന്റെ പരിഷ്കാരങ്ങൾ കൊണ്ടുവരേണ്ടതും റോഡ് നിയമനത്തിൽ കാലോചിതമായ മാറ്റങ്ങൾ കൊണ്ടുവരേണ്ടതും വാഹനം ഓടിക്കുന്നവർക്ക് ബോധവൽക്കരണം കൊണ്ടുവരേണ്ടതുമെല്ലാം അത്യാവശ്യമാണ്. പക്ഷേ അതിന് പ്രായോഗികമായ മാർഗങ്ങളിലൂടെ അല്ലാതെ മറ്റേതെങ്കിലും താല്പര്യങ്ങളുടെ പേരിൽ തുഗ്ലക് പരിഷ്കാരങ്ങൾ കൊണ്ടുവരാതിരിക്കുന്നതാണ് നല്ലത്. KSRTC വാഹനങ്ങളുടെ ഇൻഷുറൻസും ഫിറ്റ്നസും സംബന്ധിച്ച പല വാർത്തകളും കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്നിരുന്നു. ഇതും മന്ത്രിയെ പ്രതിക്കൂട്ടിൽ നിർത്തുന്നതായിരുന്നു. സ്വകാര്യ ഹോട്ടലുകളുമായി KSRTC ഉണ്ടാക്കിയ കരാറും വിവാദമായിരുന്നു. പല ഘട്ടങ്ങളിലും പാർട്ടിയെയും മുന്നണിയെയും പോലും പ്രതിസന്ധിയിലാക്കിയ വൺമാൻ ഷോയാണ് മന്ത്രിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത്. ഗതാഗത മന്ത്രി ആയതിനു ശേഷം ഇലക്ട്രിക് സിറ്റി ബസ് സർവീസുമായി ബന്ധപ്പെട്ട അദ്ദേഹം നടത്തിയ പരാമർശം ബൂമറാങ് ആയിരുന്നു. ഇനി ഇലക്ട്രിക് ബസ് വാങ്ങില്ലെന്നും ഇലക്ട്രിക് സിറ്റി ബസ് സർവീസ് നഷ്ടമാണെന്നുമുള്ള ഗണേഷിന്റെ പ്രസ്താവനക്കെതിരെ വലിയ വിമർശനമാണ് ഉയർന്നത്. വട്ടിയൂർക്കാവ് MLA VK പ്രശാന്ത് തുടങ്ങിവെച്ച വിമർശനം CPM സംസ്ഥാന സെക്രട്ടറി വരെ ഏറ്റെടുത്തതോടെ മന്ത്രി പ്രതിസന്ധിയിലായിരുന്നു. സർക്കാരിനോടോ CPM-നോടോ പോലും ആലോചിക്കാതെയുള്ള മന്ത്രിയുടെ പ്രസ്താവന തുടക്കത്തിലെ കല്ലുകടിയായി മാറിയിരുന്നു. മന്ത്രി മാത്രമല്ലല്ലോ, മന്ത്രിസഭയല്ലേ ഇവിടെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് എന്നതായിരുന്നു വിഷയത്തിൽ MV ഗോവിന്ദന്റെ പ്രതികരണം. ഗതാഗത മന്ത്രിക്കുള്ള താക്കീതാണ് CPM സംസ്ഥാന സെക്രട്ടറിയുടെ പ്രതികരണമെന്ന വിലയിരുത്തലുകളും അന്ന് ഉയർന്നിരുന്നു. തെരഞ്ഞെടുപ്പിന് 1.5 വർഷത്തിന് താഴെ മാത്രമുള്ളപ്പോൾ വീണ്ടും ഗതാഗത മന്ത്രി കസേരയിൽ ഗണേഷ് കുമാർ ഇരിക്കുമ്പോൾ ഇനി എന്തെല്ലാം കാട്ടിക്കൂട്ടുമെന്നത് കാത്തിരുന്ന് കാണേണ്ടത് തന്നെയാണ്. KSRTCയുടെ പുതിയ സർവീസുകൾ ഉദ്ഘാടനം ചെയ്യപ്പെടുമ്പോൾ ഡ്രൈവിംഗ് സീറ്റിൽ ഗണേഷ് കുമാർ ഇരിക്കുന്ന ചിത്രങ്ങൾ ഒരു കാലത്ത് കൗതുക വാർത്തയായിരുന്നു, അല്ലെങ്കിൽ അത്തരത്തിൽ കൗതുക വാർത്ത ആക്കിയിരുന്നു. ഇപ്പോൾ വീണ്ടും മന്ത്രിസ്ഥാനത്തേക്ക് അദ്ദേഹം എത്തുമ്പോൾ KSRTC കുത്തഴിഞ്ഞ നിലയിലാണ്. ശമ്പളവും പെൻഷനും കൃത്യസമയത്ത് ലഭിക്കാതെ തൊഴിലാളികൾ ബുദ്ധിമുട്ട് നേരിടുമ്പോൾ മന്ത്രി KSRTCയുടെ ഡ്രൈവിംഗ് സീറ്റിലിരുന്ന് പടം പിടിക്കാനും ഉദ്യോഗസ്ഥർ ചെയ്യേണ്ട വാഹന പരിശോധനയും മറ്റും നേരിട്ടിറങ്ങി അത് വാർത്തയാക്കാനുമുള്ള ഓട്ടത്തിലാണ്. ഭരണപക്ഷ തൊഴിലാളി സംഘടനകൾക്ക് പോലും മാനേജ്മെന്റിന്റെയും സർക്കാരിന്റെയും സമീപനത്തിൽ വിരുദ്ധ അഭിപ്രായങ്ങളാണുള്ളത്. KSRTCയിലെയും ഗതാഗത വകുപ്പിലെയും പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ മാർഗമുണ്ടോ എന്ന് ചോദിക്കുന്നവരോട് നാളത്തേക്ക് റീലെടുക്കാൻ കണ്ടന്റ് ഉണ്ടോ എന്ന് ചോദിക്കുന്ന തരത്തിലാണ് മന്ത്രിയുടെ പ്രവർത്തനങ്ങൾ. പഴയ പോലെ പഞ്ച് ഡയലോഗുകൾക്കും ചുറ്റും മാധ്യമങ്ങളെ നിരത്തി നിർത്തിയുള്ള ഷോകൾക്കും സ്വീകാര്യത ലഭിക്കുന്നതേയില്ല. ഗതാഗത മന്ത്രി PR വർക്കിലെ ഗിയർ ഒന്ന് മാറ്റിപ്പിടിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. സ്വപ്ന ലോകത്തു നിന്നും താഴേക്കിറങ്ങി
നല്ല മാറ്റങ്ങളെ ഉൾക്കൊണ്ട് ശരിയായ പ്രവർത്തനം മന്ത്രി എന്ന നിലയിൽ ഗണേഷ് കുമാർ ഇനി കാഴ്ചവെക്കേണ്ടതാണ്.